നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻ്റ് സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് കമാൻഡ് Ctrl+S എന്നാണ്. Ctrl+Sനെ കൺട്രോൾ അമർത്തി പിടിച്ചുകൊണ്ട് S എന്ന് പ്രസ് ചെയ്യുക. Ctrl+S. അതല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറ് ഫയൽ മെനുവിൽ പോകുന്നു, ഇവിടെ കാണുന്ന സേവ് ചെയ്യുന്നു. ഇവിടെ ഈ ബട്ടണെ നമുക്ക് ക്വിക്ക് ആക്സസ് ബാറിൽ കാണാവുന്നതാണ്. ഇതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതും S ആണ്, Ctrl+S ആണ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ആദ്യമായിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ, ഞാനൊരു പുതിയ ഡോക്യുമെൻ്റ് തുറക്കാം, Ctrl+N പ്രസ് ചെയ്തു. ഈ ഡോക്യുമെൻ്റ് നമ്മൾ എന്താ പറയുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഡോക്യുമെൻ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് സേവ് ചെയ്തിട്ടില്ല. ഇതിന് ഫസ്റ്റ് സമയം സേവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരും, സേവ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. ഈ ഡയലോഗ് ബോക്സിൽ നമ്മൾ ഇവിടെയാണ് ഇതിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫയൽ നെയിം വന്നിട്ടുണ്ടായിരിക്കും, സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ അവസരത്തിൽ നമുക്കൊരു പുതിയ പേര് കൊടുക്കുമ്പോൾ അവിടെ ഒന്നും ചെയ്യാതെ തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അത് സെലക്ട് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട, നേരിട്ട് ടൈപ്പ് ചെയ്യാം. ഇവിടെ യു ക്യാൻ ഡയറക്ട്ലി ടൈപ്പ് ദ നെയിം ഓഫ് ദ ഡോക്യുമെൻ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് ഡോക്യുമെൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല, നേരിട്ടിട്ട്. കാരണം അത് സെലക്ഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ ടൈപ്പ് ചെയ്യുമ്പോൾ സെലക്ഷൻ പോയിട്ട് സെലക്ഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ ടെക്സ്റ്റ് വരിക. ഇങ്ങനെയാണ് ഒരു പുതിയ ഡോക്യുമെൻ്റ് സേവ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, Ctrl+S ആണ് അതിൻ്റെ കമാൻഡ് കീ, അത് ചെയ്യുക. ഇനി നമ്മൾ ഒരു തവണ സേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ Ctrl+S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ വന്നതുപോലെയുള്ള എന്താ പറയുക ഡയലോഗ് ബോക്സ് വരില്ല, ഒരു തവണ മാത്രമേ വരുള്ളൂ. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇത് സേവ് ചെയ്യാനായിട്ട് കീബോർഡ് കമാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് F12 ഉപയോഗിക്കാം. എന്താണ് F12 ഫങ്ഷൻ കീ ആണ് മുകളിൽ കാണുന്നത്. F12 ഉദാഹരണമായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. വോയിസ് സ്കെയിൽ ഇവിടെ ഫങ്ഷൻ കീ വരുന്നില്ല, ഫങ്ഷൻ കീ ഇതിൽ കാണുന്നില്ല. ഇതിന് മുകളിലായിട്ട് ഈ 1 2 3 റോയ്ക്ക് മുകളിലായിട്ട് വരുന്ന കീസാണ് ഫങ്ഷൻ കീ. F1 F2 F3 എന്ന് കാണാൻ പറ്റും. അത്തരം കീസാണ് ഫങ്ഷൻ കീ. അതിൽ F12 പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ പറയാം ഇത് സേവ് ചെയ്യാനായിട്ടും സേവ് ആസ് എന്ന കമാൻഡ് കൊടുക്കാനായിട്ടും സാധിക്കും കേട്ടോ. സേവ് ആസ്. അപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് സേവ് ആസ് ചെയ്യുന്നതിനും നമുക്ക് F12 ഉപയോഗിക്കാം, സേവ് ചെയ്യുന്നതിനും ഫസ്റ്റ് ടൈം സേവ് ചെയ്യുന്നതിനും F12 ഉപയോഗിക്കാം.